ഗുഡ് മോർണിംഗ്. മോർണിംഗ്. എന്താ മാളൂസേ രാവിലെ തന്നെ? ഒന്നുമില്ല അങ്കിൾ, ഞാൻ വെറുതെ വന്നതാ. എന്താ അങ്കിളെ എല്ലാരും ഭയങ്കര സീരിയസ് ആയിട്ടിരിക്കുന്നെ? എന്തു പറ്റി? ഞങ്ങള് ഇന്നലത്തെ കാര്യം സംസാരിക്കായിരുന്നു മാളു. അത് പോട്ടെ ആന്റി, അത് ഇവളുടെ ഒരു തമാശയായിട്ട് കൂട്ടിയാ മതി അല്ലേ അപ്പൂസേ? ഇനി ഇവളിതുപോലെ ഒന്നും ചെയ്യില്ല, ഞാൻ ഗ്യാരണ്ടി. മാളു എന്താ വന്നത്? ഒന്നുമില്ലെന്നേ. എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിലേ എനിക്കിവിടെ വരാവുന്നുണ്ടോ? അതല്ല മോളെ, അപ്പുവുമായിട്ടുള്ള കൂട്ട് നിന്നെയും കൂടെ ചീത്താക്കുമെന്ന് അവിടെ എല്ലാവർക്കും പേടിയുണ്ട്. അവരുടെ പേടിയിൽ കാര്യമുണ്ടെന്ന് ഇപ്പൊ ഇവളായിട്ട് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. സമ്മതിച്ചു, അപ്പുവിന്റെ കൂട്ടുകൂടി ഞാൻ ചീത്തയാവുന്നില്ല. പക്ഷെ എന്റെ കൂട്ടുകൂടി ഇവൾക്ക് നന്നാവാലോ. എന്താ സാറേ, അത് പറ്റില്ലേ? അതെ, ഞങ്ങളൊന്ന് പുറത്തു പോവാ. എവിടെ? ആദ്യം പോയി അപ്പുന്റെ ബുള്ളറ്റ് എടുക്കണം, പിന്നെ ഒന്ന് രണ്ടിടത്ത് പോവാനുണ്ട്. നീ കഴിച്ചു കഴിഞ്ഞെങ്കിൽ വേഗം റെഡിയാവും. മാളു, ആന്റി പേടിക്കണ്ട, അപ്പുന്റെ ഒപ്പം പോവുകയാണെന്ന് വീട്ടിൽ പറഞ്ഞിട്ട് തന്നെയാ ഞാൻ വന്നത്. വാ. അപ്പോ ഇതുവരെ നീ പറയുന്നതൊക്കെ ഞാൻ കേട്ടു, അനുസരിച്ചു. ഇനി എനിക്കറിയേണ്ടത് ഇവിടെ നിന്ന് അങ്ങോട്ട് നിന്റെ ഉദ്ദേശം എന്താണെന്നാ. നീ നോക്കണ്ട, ഞാൻ സീരിയസ് ആയിട്ട് തന്നെയാ പറയുന്നേ. ഇന്നലെ നീ കാണിച്ചു കൂട്ടിയത് വല്ലത് ഓർമ്മയുണ്ടെന്ന് എനിക്ക്. കണ്ട റൗഡികളുടെ കൂടെ കൂട്ടും കൂടി കള്ളും കുടിച്ചു ബോധവും കെട്ട്. എന്താ അപ്പോ നീ ഇങ്ങനെ? ആരോടുള്ള വാശി തീർക്കുക നീ? അപ്പോ ഇപ്പൊ തന്നെ ക്യാമ്പസിൽ നീ ടീച്ചേഴ്സിന്റെ അടക്കം പലരുടെയും ബ്ലാക്ക് ലിസ്റ്റിലാണ്. അതിന്റെ കൂടെ ഇതും കൂടി അവരറിഞ്ഞാലോ? നിന്റെ കരിയറും ഫ്യൂച്ചറും എല്ലാം അതോടുകൂടി തീർന്നില്ലേ? അതിനെക്കുറിച്ച് എന്താ നീ ആലോചിക്കാത്ത? Go to hell. I just don't care. കരിയറും ഫ്യൂച്ചറും എനിക്ക് പ്രശ്നമല്ലെങ്കിലോ? അതിനേക്കാളൊക്കെ എന്നെ അലട്ടുന്ന പ്രശ്നം വേറെയുണ്ട്. എന്നെ ശാരീരികവും മാനസികവുമായി സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ജെൻഡറാണ് എന്റെ പ്രശ്നം. എനിക്കിപ്പോ ഇല്ലാത്തതും അതാണ്. അതിനൊരു പരിഹാരം കാണട്ടെ ആദ്യം, എന്നിട്ട് മതി ബാക്കിയൊക്കെ. അറിയില്ല, ഞാൻ അനുഭവിക്കുന്ന പെയിൻ ഒരാൾക്ക് പോലും അറിയില്ല മാളു. എന്നെ ഒന്ന് മനസ്സിലാക്കാൻ, ഒന്ന് ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കാൻ നീ കൂടെ ഇല്ലെന്ന് വരുമ്പോ ഭ്രാന്താവോ എനിക്ക്? എനിക്കറിയാം ഇന്നലെ ഞാൻ ചെയ്തത് എല്ലാവരെയും എത്രമാത്രം വേദനിപ്പിച്ചിട്ടുണ്ടെന്ന്. എന്നിട്ടും ഞാനത് ചെയ്തു, മനഃപൂർവ്വം. അതൊരു ഒളിച്ചോട്ടായിരുന്നു. എന്നിൽ നിന്നും ഞാൻ ഓടി രക്ഷപ്പെടുമായിരുന്നു. പക്ഷേ എന്നിട്ടും ഞാൻ തോറ്റുപോയി മാളു. എനിക്കിനി ഒരിക്കലും നിങ്ങളുടെ പഴയ അപ്പുവാൻ പറ്റില്ല. നോ, നിന്നെ ഞങ്ങൾക്ക് വേണം, എന്റെ പഴയ അപ്പുവായിട്ട് തന്നെ. അതിന് നീ കൂടി മനസ്സ് വെച്ചേ പറ്റൂ. മറ്റുള്ളവരുടെ മുമ്പിൽ അഭിനയിച്ച ഞാൻ മടുത്തു മാളു. ഇപ്പൊ നിങ്ങളും എനിക്ക് ചുറ്റും അഭിനയിച്ചു തുടങ്ങിയിരിക്കുന്നു. ഞാനൊരു കാര്യം ചോദിച്ചാ നീ സത്യം പറയോ? പഴയതുപോലെ ആത്മാർത്ഥമായി നിനക്കെന്നെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടോ? അങ്ങനെ സ്നേഹിക്കാൻ പറ്റുന്നോണ്ടാണ് അപ്പോ ഇപ്പോഴും ഞാൻ നിന്റെ കൂടെ നിൽക്കുന്നത്. നോക്കപ്പോ, എന്റെ മനസ്സിൽ നിനക്കുള്ള സ്പേസ് അതെന്നും അങ്ങനെ തന്നെ ഉണ്ടാവും. മറ്റാർക്കും അത് ക്ലെയിം ചെയ്യാനാകില്ല.
ഞാൻ നിനക്ക് പ്രോമിസ് ചെയ്ത് തന്നതുപോലെ നീ എനിക്കൊരു വാക്ക് തരണം അപ്പു. ഇനി ഒരിക്കലും ഒന്നിന്റെ പേരിലും ഇന്നലത്തെ പോലൊന്നും നീ ചെയ്യില്ലെന്നും ഇനി ഒരിക്കലും സ്വയം നശിക്കാൻ ഒരുങ്ങില്ലെന്നും പറ്റോ? നീ എനിക്ക് തന്ന വാക്ക ഓർമ്മ വേണം. നിന്നൊന്ന് നേരെ ആക്കിയെടുക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നാളെ നമുക്ക് ഒരു സ്ഥലം വരെ പോണം. എവിടെ? അത് നീ ഇപ്പൊ അറിയണ്ട. വാ പോ. എത്രയായി? 110. മീറ്ററിൽ അത്രയും കാണിക്കുന്നില്ലല്ലോ കൊച്ചനെ. ഇപ്പോഴത്തെ എണ്ണ വിലയ്ക്ക് മീറ്റർ കാശ് മുതലാവില്ല അമ്മച്ചി. എന്നാ ഇത് മതി. അല്ല അത് വയ്ക്കോ അത് മതി. ഓ, വീട്ടുകാരൻ വന്നാലും വിരുന്നുകാരൻ വന്നാലും കോഴിക്ക് കിടക്കപ്പുറത്ത് ഇല്ലെന്ന് പറഞ്ഞ പോലെ സാധാരണക്കാരൻ്റെ അവസ്ഥ. പേഴ്സിലിരിക്കുന്ന കാശ് പിടിച്ചു പറിക്കാൻ 100 ന്യായങ്ങളാ. ഹോ, അമ്മയാണോ ഇപ്പൊ ഓട്ടോയിൽ വന്നത്? അതെ. അമ്മ ഇത് ആരോടും പറയാതെ എവിടെ പോയതാ? ഞാൻ അമ്പലത്തിൽ പോവാണെന്ന് നിന്നോടും മുരളിയോടും പറഞ്ഞിട്ടല്ലേ പോയത്. പിന്നെന്താ ഇപ്പൊ ഇങ്ങനൊരു ചോദ്യം? അമ്പലത്തിൽ പോയി വരാൻ ഇത്ര നേരോ? അതുമല്ല, അമ്മ സാധാരണ നടന്നല്ലേ പോവാറ്. ഇതെന്താ ഇപ്പൊ ഒരു ഓട്ടോ സവാരി? നീ പറഞ്ഞത് നേരെ. ഇന്ന് ഞാൻ വേറെ 1-2 സ്ഥലത്തൂടെ പോയിട്ടാ വരുന്നത്. അതെവിടെയാ? സതീശിച്ചിട്ട് വീട്ടിലോ? അവിടൊന്നും അല്ലെന്നേ, ഇത് വേറൊരാവശ്യത്തിന് പോയതാ. ഓട്ടോക്കാശ് ഇമ്മിണി ചെലവായാലും പോയ കാര്യങ്ങളൊക്കെ വെടിപ്പായിട്ട് നടന്നു. അല്ല, കാര്യങ്ങളൊക്കെ അങ്ങനെ മംഗളമായിട്ട് നടക്കാൻ വേണ്ടിയാണല്ലോ കൃഷ്ണഭഗവാൻ എന്റെ മനസ്സിൽ അങ്ങനെ തോന്നിപ്പിച്ചത്. എന്റെ അമ്മേ, ഇങ്ങനെ വാലും തലയില്ലാതെ പറഞ്ഞാ എനിക്കൊന്നും മനസ്സിലാവില്ല. എവിടെ പോയതാ, ആരെ കണ്ടതാന്നൊന്ന് തെളിച്ചു പറ. പറയാൻ പെണ്ണേ, നീ ഇങ്ങനെ ധൃതി വെക്കാതെ. അല്ല, മുരളി എവിടെ? മുരളിയേട്ടൻ സൈറ്റിലാ, ഇനി ഉണ്ണാനേ വരൂ. എന്നാ അവനും കൂടെ വന്നിട്ട് പറയാം. അവിടെ വലിയ അത്യാവശ്യമൊന്നുമില്ലെങ്കിലേ നീ അവനെ വിളിച്ചിട്ട് നേരത്തെ വരാൻ പറ. അവനൂടെ വന്നിട്ട് വേണം നമുക്ക് ചില തീരുമാനങ്ങളൊക്കെ എടുക്കാൻ. ഇങ്ങനെ സസ്പെൻസ് ഒന്നും ഇടാതെ കാര്യം പറയാമ്മേ. ഞാൻ അത് നേരത്തെ അറിഞ്ഞൂന്ന് വെച്ചൊരു കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പമുണ്ട്. നീയുമായിട്ട് ഇപ്പൊ ഈ കാര്യം സംസാരിച്ചാലേ നമ്മൾ തമ്മി അടിയാവും. ഓ, അതുകൊണ്ടാ മുരളിയും കൂടെ വന്നിട്ടാകാന്ന് പറഞ്ഞത്. എന്നാ പിന്നെ എനിക്ക് കേക്കണ്ട, മരുമോനോട് മാത്രമായിട്ട് പറഞ്ഞാ മതി. എന്റെ കൃഷ്ണ, മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ എല്ലാം മംഗളമാക്കി തരണേ ഭഗവാനെ. ഓക്കെ, അപ്പൊ അതാണ് കേസ്. അപൂർവ അല്ലേ? നൈസ് നെയിം. അപ്പൂന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം അല്ലേ? യെസ്. എല്ലാരും അങ്ങനെ വിളിക്കുന്നതാണോ ഇഷ്ടം, അതോ അത്രയ്ക്ക് അടുപ്പമുള്ളവർ മാത്രം അങ്ങനെ വിളിച്ച് കേൾക്കാനാണോ ഇഷ്ടം? അടുപ്പമുള്ളവരെ എന്നെ അങ്ങനെ വിളിക്കാറുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പോ എനിക്കും അങ്ങനെ വിളിക്കാം അല്ലേ? എന്താ, നമ്മൾ തമ്മിൽ ഇപ്പൊ നല്ല ഫ്രണ്ട്സ് ആയില്ലേ? എന്താ തോന്നില്ലേ അങ്ങനെ? യെസ് ഡോക്ടർ. ഓക്കെ, ഞാൻ ഇനി അപ്പുവിനോട് ചില കാര്യങ്ങൾ ചോദിക്കും. വലിയ ഗൗരവമുള്ള ചോദ്യങ്ങളൊന്നുമല്ല, വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻസ്. ഇൻസ്റ്റന്റ് ആയി മറുപടി പറയണം. ഒരുപാട് ആലോചിക്കാനുള്ള സമയമൊന്നും എടുക്കരുത്. ഓക്കെ? അപ്പുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നിറം ഏതാ? പ്ലീസ് കമോൺ. അങ്ങനെ പ്രത്യേകിച്ചൊരു നിറത്തോടും ഒരു ഇഷ്ടം തോന്നിയിട്ടില്ല. എങ്കിലും ഗ്രേ ഷെയ്ഡ്സ് ഒക്കെ ഇഷ്ടമാണ്. ഓ, ഗ്രേ ഷെയ്ഡ്സ്, ഗ്രേറ്റ്. ഇഷ്ടപ്പെട്ട ഫ്ലവർ? ഓർക്കിഡ്. ഇഷ്ടപ്പെട്ട ടൈം? ഐ മീൻ ഡേ ഓർ നൈറ്റ്? നൈറ്റ്. നൈറ്റ്. കുഞ്ഞുനാളിൽ ഉപയോഗിച്ച കളിപ്പാട്ടങ്ങളിൽ ഏറ്റവും ഇഷ്ടം തോന്നിയത് ഏതിനോടാണെന്ന് ഓർമ്മയുണ്ടോ? യെസ്, ഒരു ടോയ് ജീപ്പ്. അതിന്റെ കളർ ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? യെസ്, മിലിറ്ററി ഗ്രീൻ. ഓ, നല്ല ഓർമ്മശക്തിയാണല്ലോ തനിക്ക്. ഗുഡ്. ഇതുവരെയുള്ള ജീവിതത്തിൽ അപ്പുവിന് ഏറ്റവും ഇഷ്ടം തോന്നിയ വ്യക്തി ആരാണ്? മാളവിക മുരളീധരൻ. ഓ, ഇറ്റ്സ് യു, റൈറ്റ്? അതെ ഡോക്ടർ. ഓക്കെ, മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പുവിന് തൻ്റെ ഉള്ളിൽ ഒരു ആൺകുട്ടി ഉണ്ടെന്ന് തോന്നി തുടങ്ങിയത് എപ്പം മുതലാണ്?
എക്സാക്ട് ഡേറ്റ് വേണമെന്നില്ല. ആ, ഏത് വയസ്സിലാണെന്ന് പറഞ്ഞാൽ മതി. 8th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ഓ, ഞാനിന്ന് ഫ്രണ്ട്സുമായി ഗ്രൗണ്ടിൽ ബാസ്കറ്റ് ബോൾ കളിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാനൊരു ആൺകുട്ടിയാണെന്ന് തോന്നിയത്. എന്തായിരുന്നു അങ്ങനെ തോന്നാൻ കാരണം? അറിയില്ല, പക്ഷെ അന്ന് ആ മാച്ചിൽ ഏറ്റവും കൂടുതൽ പോയിന്റ് സ്കോർ ചെയ്തത് ഓ, ഞാനായിരുന്നു. റിയലി ഗുഡ്. ഓക്കെ, അപ്പോൾ ആ മാച്ചിലൂടെയാണ് ഒരാൺകുട്ടിയുടെ കരുത്തും മിടുക്കും തന്നിലുണ്ടെന്ന് അപ്പൂന് തോന്നിയത് അല്ലേ? ഉം, ആയിരിക്കാം. ആ തോന്നൽ അപ്പൂനോടൊപ്പം വളർന്നുകൊണ്ടേയിരുന്നു. ക്രമേണ ആ തോന്നൽ മാറി പകരം താനൊരു ആൺകുട്ടി തന്നെയാണെന്ന് അപ്പു സ്വയം വിശ്വസിക്കാൻ തുടങ്ങി. അല്ലെങ്കിൽ മനസ്സുകൊണ്ട് ആൺകുട്ടിയായി ജീവിക്കാൻ തയ്യാറെടുത്തു തുടങ്ങി. റൈറ്റ്? പക്ഷെ അപ്പോഴും അത് അപ്പൂന്റെ മാത്രം വിശ്വാസമായിരുന്നു. യാഥാർത്ഥ്യം അതല്ല, ശരിയല്ലേ? നോക്കൂ, ഞാനൊരു സിമ്പിൾ ഉദാഹരണം പറയാം. ഒരാൾ ഫേക്കാണെന്ന് തിരിച്ചറിയുന്നിടം വരെ അയാൾ ജെനുവിനാണെന്ന് വിശ്വസിക്കാനുള്ള അവകാശം നമുക്കുണ്ട്. പക്ഷേ അയാളൊരു തട്ടിപ്പുകാരനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും അയാൾ സത്യസന്ധനാകണമെന്ന് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയാണോ? അയാളിലെ തട്ടിപ്പുകാരനും നമ്മൾ അയാളിൽ കാണാൻ ആഗ്രഹിക്കുന്ന സത്യസന്ധനും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്.